പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സിദ്ധാർത്ഥന്റെ തിരോധാനത്തെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഗംഗയുടെ മുന്നിൽ ബാക്കിയാകുന്നത്. മാത്രവുമല്ല, ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന മനു ഗംഗയെ ചെന്ന് കാണുകയും കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. നീ വിചാരിക്കുന്നത് പോലെ ആയിരിക്കുകയില്ല ഒരു പക്ഷേ കാര്യങ്ങൾ. അവന് എന്തെങ്കിലും തിരക്ക് വന്നതുകൊണ്ടാകാം ഇപ്പോൾ വിളിക്കാൻ പറ്റാത്തത്. നീ അതുകൊണ്ട് വിഷമിക്കരുത് ചേട്ടാ. അതുപോലെ അല്ല, എത്ര തിരക്കുണ്ട് എന്ന് പറഞ്ഞാലും കുറച്ചു നേരം എന്നെ വിളിച്ച് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. ചേട്ടനത് അറിയാത്തത് കൊണ്ടാണ്. എല്ലാ പെൺപിള്ളേരും ഇങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കും. എനിക്കറിയില്ല എന്താണ് ഇപ്പോൾ സിദ്ധാർത്ഥന് പറ്റിയത് എന്ന്. എന്തൊക്കെയായാലും അവനെ കണ്ട് ഒന്ന് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് സത്യം. ഞാൻ ഇപ്പോൾ അവനെ വല്ലാതെ മിസ് ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാതെ പകച്ചു പോയിക്കുന്ന മനു ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകുന്നു. മാത്രവുമല്ല, ഇതേ തുടർന്ന് അഞ്ജലിയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ്. മനുവിനോട് സംസാരിച്ചതിനെ തുടർന്ന് അഞ്ജലിയും വളരെയധികം സന്തോഷിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് സൂര്യ പുതിയൊരു ചതിയുമായി മുന്നിലേക്ക് കടന്നു വരുന്നത്. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മനുവിനെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.